തുഷാരഗിരി ലോകപ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻ്ററായി ഇന്ന് വളർന്നിരിക്കുകയാണ്. ഇതിൻ്റെ ആരംഭകാലത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ കൊച്ചായിരുന്നപ്പോൾ ഈ മലമുകളിലൂടെ യാത്ര ചെയ്ത ഈ മലയുടെ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി സാഹസ്യമായി പോയ കാര്യങ്ങളൊക്കെ സ്കൂൾ പഠിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ എനിക്ക് അനുഭവമുണ്ട്. അന്ന് ആ അനുഭവത്തിൽ ഇങ്ങനെയൊരു സ്ഥലത്തിൻ്റെ മനോഹാരിതയും തിങ്ങി നിറഞ്ഞ കാടുകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. ആ ധാരണ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു കാലത്ത് ഫോറസ്റ്റ് ഒക്കെ വെട്ടി നശിപ്പിക്കുന്ന ഒരു കാലത്ത് അതിനുവേണ്ടി ഒരു വലിയ സമരമൊക്കെ നടത്തി ഈ മരം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയും കേരള ഹൈക്കോടതി അനുകൂലമായി മരം മുറി എന്നേക്കുമായി നിരോധിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വിധി ഉണ്ടായത് ഞാൻ കൊടുത്ത കേസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വനമേഖല സംരക്ഷിച്ച് നിർത്തുന്നതിന് ഇതിന് വേറൊരു ആംഗിളിൽ ഇതിനൊരു വളർച്ച ഉണ്ടായാൽ മാത്രമേ സാധിക്കൂ എന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. യാദൃശ്ചികമായി കോടഞ്ചേരി പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി എനിക്ക് ഒരവസരം വന്നപ്പോൾ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻ്ററിൻ്റെ കാര്യങ്ങൾ അന്ന് കോഴിക്കോട് RDO ആയിരുന്ന ജയകുമാർ RDO ആയിരുന്ന കാലത്താണ് ഈ വനസംരക്ഷണത്തിന് വേണ്ടി പ്രക്ഷോഭം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായ അവസരത്തിൽ അദ്ദേഹം കോഴിക്കോട് കളക്ടറായി വന്നു. ആ കളക്ടറായി അദ്ദേഹത്തെ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി ക്ഷണിക്കുകയും ഞങ്ങളുടെ പഞ്ചായത്ത് ബോർഡ് മീറ്റിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹത്തെ കൂട്ടി അന്ന് വഴിയൊന്നുമില്ല, നല്ല ജീപ്പിൽ സാഹസ്യമായി ഇവിടെ എത്തിപ്പെടുകയും ഇവിടെ മല കയറി ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് തിരിച്ചുപോയി. അതിൻ്റെ ഒരു അനുഭവത്തിൽ പുള്ളി ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ രൂപീകരിച്ചപ്പോൾ ആ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലേക്ക് എന്നെയും കൂടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് പ്രതിനിധിയായി 2 പേരെ നിർദ്ദേശിച്ചു. അതിലൊന്ന് എൻ്റെ പേരായിരുന്നു. ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ചെയ്തതെങ്കിലും അന്ന് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന എന്നെ ആ സമിതിയിലേക്ക് വെച്ചു. ആ സമിതിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻ്റർ ആയി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പ്രൊമോഷൻ കൗൺസിൽ തീരുമാനമെടുത്തു. അങ്ങനെ എൻ്റെ ബന്ധുവായിട്ടുള്ള ജോസ് രമേഷ് ബാബു, എഞ്ചിനീയറിങ് RK രമേഷും ജോസും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവരുടെ സഹകരണത്തോടെ അവരെയും ഈ സ്ഥലമൊക്കെ വന്ന് കാണിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ചൊക്കെ പഠിച്ചു. അതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു സംരംഭത്തിലേക്ക് മുതിർന്നത്. അങ്ങനെ പഞ്ചായത്ത് ബോർഡിലൊക്കെ തീരുമാനമെടുത്തു. ഇതിൽ റോഡ് കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അന്ന് KSEB ബോർഡിൻ്റെ മിനി ഹൈഡൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമൊക്കെ നടക്കുന്ന കാലമായിരുന്നു. അങ്ങനെ മിനി ഹൈഡൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ആ ഹൈഡൽ പ്രൊജക്റ്റിലേക്ക് പോകാനുള്ള റോഡ് ഉണ്ടാക്കുന്നതിന് KSEBയെ കൊണ്ട് പണം മുടക്കി അന്ന് ഒരു മിറ്റലിട്ട റോഡ് തുഷാരഗിരിയുടെ താഴെ വാഹനം കയറുന്ന സ്ഥലം വരെ അങ്ങനെ റോഡുണ്ടാക്കി. അങ്ങനെ റോഡുണ്ടാക്കി അവസാനം അവിടെ നിന്ന് ഇങ്ങോട്ട് ഹൈ ഗിയറുള്ള ജീപ്പ് മാത്രമേ കടന്നു വരുള്ളൂ. അങ്ങനെ ജീപ്പിലാണ് ഞങ്ങൾ വന്ന് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഇവിടെ ഒരു സ്ഥലം വേണം എന്ന് കളക്ടർ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ പലരോടും ചോദിച്ച് സ്ഥലം തന്നില്ല. അന്ന് എൻ്റെ സുഹൃത്തും കുന്നേൽ സണ്ണി സാറ് ഗവൺമെൻറ് കോളേജിലെ പ്രൊഫസർ ആയിട്ട് പിന്നീട് വന്ന ആളാണ് സണ്ണി. അന്ന് കോളേജിൽ പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പോൾ സണ്ണിയോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലം കിട്ടി നമുക്ക് ടൂറിസ്റ്റ് സെൻ്ററായിട്ട് ഇവിടെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അന്ന് സണ്ണി 40 സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി തന്നു. ആ സൗജന്യമായി തന്ന സ്ഥലം ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ഷെൽട്ടർ ഒരു വിശ്രമ കേന്ദ്രം ഒക്കെ സ്ഥാപിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അതിൻ്റെ ഭാഗമായി ഒരു സ്ഥലത്തിനൊരു നാമധേയമൊക്കെ കൊടുത്ത് മാറ്റിയെടുക്കാൻ, ചക്കിപ്പാറ എന്നായിരുന്നു ആദ്യത്തെ സ്ഥലത്തിൻ്റെ പേര്. അങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഞങ്ങളൊരു ശ്രമം നടത്തിയതിൻ്റെ ഭാഗമായി നമ്മൾ എഞ്ചിനീയർമാരൊക്കെ ആലോചിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ല പേര് കണ്ടുപിടിച്ചു. പല പേരുകളും വന്നു. ഈ കോട്ടഗിരി എന്നുള്ളതാണ് ഈ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പോൾ ആ പേരിനോട് സാമീപ്യമുള്ള ഗിരി ചേർന്നുള്ളൊരു പേര് വേണം ആണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അപ്പോൾ അതിൻ്റെ പേരുകൾ ആലോചിച്ചപ്പോൾ കോടഞ്ചേരി എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആലോചിച്ചു. കോടകളുടെ ചെരുവ് കോടഞ്ചേരി, കോട തുഷാരം, ഗിരി ചെരുവ് എന്നുള്ള ആ പേര് മൊഴി മാറ്റിയിട്ട് തുഷാരഗിരി എന്നുള്ള പേരിടാൻ തീരുമാനിച്ചു. അങ്ങനെ ആ പേര് ഒരു പ്രഖ്യാപിക്കുന്ന തുഷാരഗിരിയുള്ള എന്നുള്ളൊരു നാമധേയം ഒരു ടൂറിസ്റ്റ് സെൻ്ററായി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഒരു പരിപാടിയൊക്കെ നടത്തി. അങ്ങനെ ഒരു ടൂറിസം മഹോത്സവമായി കോടഞ്ചേരി സ്കൂളിൽ വെച്ച് 3 ദിവസത്തെ പരിപാടി നടത്തി. ആ പരിപാടിയുടെ അവസാനത്തെ ദിവസം ബഹുമാന്യനായ ആദരണീയനായ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ടൂറിസം വകുപ്പോടെ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ വരാമെന്ന് സംബന്ധിച്ചു. അദ്ദേഹം കെ മുരളീധരനും എ വി അബ്ദുറഹ്മാനാജിയും സുജനപാൽ MLA എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഞങ്ങൾ നിർദ്ദേശിച്ച തുഷാരഗിരി എന്നുള്ള പേര് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. അങ്ങനെ തുഷാരഗിരി എന്നുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്റർ ആയി പ്രഖ്യാപിക്കുകയും ടൂറിസം മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഈ ടൂറിസത്തിൻ്റെ ഇന്ന് ഈ ഇവിടെ നിൽക്കുന്ന ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ സ്വകാര്യ മേഖലയൊക്കെ നടത്തിയെങ്കിലും പൂർണ്ണമായി ടൂറിസത്തിൻ്റെ ആന്തരികമായ അതിൻ്റെ അർത്ഥത്തിൽ അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ മലമുകളിലേക്ക് കടക്കാനുള്ള യാത്രാ സൗകര്യങ്ങൾ നടപ്പാതകളാണെങ്കിലും പൂർണ്ണമായി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മുകളിലുള്ള 3 വെള്ളച്ചാട്ടങ്ങളിലേക്ക് പോകാനുള്ള യാത്ര പോലും സൗകര്യപ്രദമായി രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ മലമുകളിൽ കയറി സൂര്യാസ്തമനം 2 ദിശകളിലും കാണാനുള്ള വലിയ ഒരു സൗകര്യങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ട്. ഞങ്ങളൊരു പുതിയ വയനാട്ടിലേക്കൊരു ബദൽ റോഡിൻ്റെ സംരംഭവുമായി വയനാടിൽ ഈ മലയുടെ മുകളിൽ നിന്ന് വയനാട്ടിലേക്ക് പോകാനുള്ള വഴി ഞങ്ങൾ പോയി. അന്ന് ഒരു പൂർണ്ണ ചന്ദ്രനുള്ള ദിവസമായിരുന്നു. അന്ന് ചന്ദ്ര ഉദയവും സൂര്യാസ്തമനവും ഒന്നിച്ച് കാണാൻ കഴിഞ്ഞപ്പോഴാണ് ഈ മലമുകളിലുള്ള ആ ഒരു ദർശന സൗകര്യം ഇൻ്റർനാഷണൽ ലെവലിലേക്ക് അത് ഖ്യാതി കൊടുത്താൽ അത് ആൾക്കാർ വന്ന് കാണാനുള്ള അവസരമുണ്ടാകും. അത് മേപ്പാടിയിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റും, ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ പറ്റും. പക്ഷേ ഒരു വഴി നമുക്ക് തുറന്ന് കിട്ടിയാൽ നമുക്ക് ആ രീതിയിലുള്ള വികസനമുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടഭാഗങ്ങളിലുള്ള വന മേഖലയിലുള്ള ഗുഹകളും നദികളിലെ വെള്ളച്ചാട്ടങ്ങളും വലിയ കുളങ്ങളൊക്കെയാണ് നമ്മൾ ഇത് പറയുന്നത്. അതുപോലെ തന്നെ വനത്തിലുള്ള വൃക്ഷലതാദികൾ, ഇവിടെയുള്ള വൃക്ഷലതാദികൾ പല രീതിയിലുള്ള വൃക്ഷങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ കേരളത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും ഇനങ്ങൾ ഇവിടെ ഈ വനമേഖലയിലുണ്ട്. അതെല്ലാം ഓരോ വൃക്ഷത്തിനും പേരുകൾ കൊടുത്ത് ആ വൃക്ഷങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുകയും അതുപോലെ ഉള്ളിലുള്ള വനപുഷ്പങ്ങൾ മനോഹാരിത ദർശിക്കാനും അത് വനമേഖലയിൽ ഉള്ളിലുള്ള നീർച്ചാലുകളുടെ ഉറവകളൊക്കെ കാണാനൊക്കെ ഉള്ള വലിയ അവസരങ്ങൾ. പുഴകൾ ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ് എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നും. അപ്പോൾ നീർച്ചാലുകളൊക്കെ ആരംഭിക്കുന്നതൊക്കെ കാണാനുള്ള വലിയൊരു അവസരമാണ്. അതാണ് നമ്മൾ ഒരു ഇൻറ്റേർണൽ ടൂറിസം ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബാഹ്യമായിട്ടുള്ള കെട്ടിടങ്ങളോ മറ്റു കാര്യങ്ങളോ അല്ല, പ്രകൃതിദത്തമായി അനുഗ്രഹിക്കുന്ന പ്രദേശത്തെ അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് പ്രകൃതിയുടെ തനിമ സ്വായത്തമാക്കുന്നതിന് വേണ്ടി മനുഷ്യരാശിക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് തുഷാരഗിരി എന്നുള്ള ഈ മനോഹരമായ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെൻറ്റർ ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത്.